എന്റെ കയ്യിൽ ആവശ്യത്തിന് കാശില്ലെന്ന് പറഞ്ഞ് എന്റെ കാമുകി എന്നെ ഉപേക്ഷിച്ച് പണക്കാരനായ മറ്റൊരുത്തിന്റെ കൂടെ പോയി. എന്നാൽ അവൾക്കറിയില്ലല്ലോ അവളുടെ അച്ഛന്റെ കമ്പനി തന്നെ വാങ്ങാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ഡീൽ ഞാൻ അന്നേ ദിവസം സൈൻ ചെയ്ത കാര്യം. ഞാൻ അഭിനവ് രജപുത്ര, പിസ്സ ഡെലിവറി ബോയിൽ നിന്നും സിറ്റിയിലെ ഏറ്റവും പവർഫുൾ മാഫിയയുടെ ബോസായി ഞാൻ മാറിയ കഥയാണിത്. 24 മണിക്കൂറിനകത്ത് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്താണ്. അഭിമന്യുവിന്റെ വീട്ടുടമസ്ഥൻ അവന്റെ മുഖത്ത് വാതിൽ വലിച്ചടച്ചു. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നാളെ അവന്റെ കാമുകിയുടെ ജന്മദിനമാണ്. അതിനുള്ള കാശും വീട്ടുവാടക കൊടുക്കാനുള്ള കാശും അവൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏക നല്ല കാര്യമാണ് വൈഷ്ണവി. അവളെ ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവനുണ്ടായിരുന്നു. അതിന് അവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതം നടന്നേ പറ്റൂ. 1 മണിക്കൂറിന് ശേഷം അവൻ സ്വർണം പണയം വെക്കുന്ന ഒരു സ്ഥലത്തെത്തി. അവൻ അവന്റെ കയ്യിൽ കിടന്ന പച്ചക്കല്ലുകൾ പതിപ്പിച്ച ആ മോതിരം ജീവിതത്തിൽ ആദ്യമായി ഊരിയെടുത്തു. അവന്റെ കയ്യിലുള്ള വില പിടിച്ച ഏക വസ്തു അതായിരുന്നു. ഇതുകൊണ്ട് കാര്യം നടക്കട്ടെ. റോഡിൽ തൂക്കിയിട്ടിരുന്ന മണിയിൽ ശബ്ദം മുഴക്കിക്കൊണ്ട് അവൻ കടയുടെ അകത്തേക്ക് കയറി. കടയുടമ ഒരു മാഗസീനും വായിച്ചിരിക്കുകയായിരുന്നു. ഇതിന് എനിക്ക് എന്ത് കിട്ടും? തന്റെ കയ്യിലെ മോതിരം കൗണ്ടറിൽ വെച്ചുകൊണ്ട് അവൻ അത് ചോദിച്ചപ്പോൾ കടയുടമ പതുക്കെ ആ മോതിരത്തിലേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ വിടർന്നു. പേടിയോടെ അയാൾ ചാടി എഴുന്നേറ്റു. എവിടുന്നാണോ നിനക്ക് ഇത് കിട്ടിയത്? ഇതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് പറ. കയ്യിലെ വാച്ച് നോക്കിക്കൊണ്ടാണ് അഭിനവ് അത് ചോദിച്ചത്. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു തോക്കെടുത്ത അയാൾ അവന്റെ നേർക്ക് നീട്ടിയത്. പേടിച്ച അഭിനവ് കൈകൾ മുകളിലേക്ക് ഉയർത്തി പുറകിലേക്ക് മാറി. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കും, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട. ചെക്ക, നിന്നെ ഇതിലേക്ക് ആരാണ് വലിച്ചിട്ടത് എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് എടുത്തുകൊണ്ട് എന്റെ കടയുടെ പുറത്ത് നീ ഇപ്പോൾ പോണം. ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. കൗണ്ടറിലിരുന്ന മോതിരം എടുത്ത് അഭിനവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് വാതിൽ ചൂണ്ടിക്കാട്ടിയാണ് അയാൾ അത് പറഞ്ഞത്. അഭിനവ് പുറത്തേക്ക് പോയതും കടമുടക്കം എന്ന ബോർഡ് തൂക്കിയിട്ട കടക്കാരൻ പെട്ടെന്ന് മനഃപ്പാഠമായ ആ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. ടൈഗർ തിരിച്ചു വന്നിരിക്കുന്നു. ഈ സമയം പുറത്ത് സ്വയം പ്രാഗിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അഭിനവ്. വെറുതെ കൈയും വീശി പോകാനാണോ ഞാൻ ഇതുവരെ വന്നത്? അവൻ മോതിരം എടുത്ത് തിരിച്ച് തന്റെ വിരലുകളിലിട്ടു. എന്ത് കോപ്പാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? മോതിരം കണ്ടതും അയാൾ എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചത്? അതവന്റെ അച്ഛന്റെ മോതിരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ഒരേ ഒരു വസ്തു. അത് അവന് ലഭിച്ച ദിവസം അവൻ ഇതുവരെ മറന്നിട്ടില്ല. ഓട്, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോ, ഇല്ലെങ്കിൽ ഇവന്മാർ നിന്നെയും കൊല്ലും. കാലിൽ പതിച്ച ബുള്ളറ്റിന്റെ വേദനയിൽ സഞ്ജയ് അലറിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. അവന്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ അഭിനവ് ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇല്ല അച്ഛനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. തങ്ങളെ തിരഞ്ഞ ആളുകൾ വരുന്നത് സഞ്ജയ് കണ്ടു. അവർ തങ്ങളുടെ അടുത്തേക്ക് എത്താൻ അധികം നേരമില്ല എന്ന് അവൻ മനസ്സിലാക്കി. ഇത് നീ നന്നായിട്ട് നോക്കണം, മനസ്സിലായോ? ഇതും പറഞ്ഞ് തന്റെ കയ്യിൽ കിടന്ന മോതിരം അഭിനവിന്റെ വിരലുകളിലേക്ക് അവൻ തിരികെ കയറ്റി. അഭിനവ് വെറുതെ ഒന്ന് തലയാട്ടി. വെടിയേറ്റ കാൽ വലിച്ചെടിച്ചുകൊണ്ട് സഞ്ജയ് പതുക്കെ എഴുന്നേറ്റു. തന്റെ കാറിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ആ കാലുമായി കയ്യിലെ തോക്കും ചൂണ്ടി നടന്നു ചെന്നു. മറഞ്ഞു നിന്നുകൊണ്ട് അഭിനവ് തന്റെ അച്ഛനും എതിരാളികളും പരസ്പരം വെടിവെക്കുന്നത് കണ്ടു നിന്നു. ബുള്ളറ്റുകൾ പായുന്നത് കണ്ട് അഭിനവ് പേടിച്ച് അവിടെ ഒതുങ്ങിയിരുന്നു. പെട്ടെന്ന് പേടിപ്പിക്കുന്ന മുഖമുള്ള ഒരാൾ വന്ന് അഭിനവിന്റെ അച്ഛന്റെ നെഞ്ചത്ത് നോക്കി തന്നെ വെടിവെച്ചു. മരണം നൽകിയ വെടി മുട്ടുകുത്തിക്കൊണ്ട് സഞ്ജയ് താഴേക്ക് വീണു. അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപായിട്ട് സഞ്ജയ് അഭിനവിനെ ഒന്ന് നോക്കി. എന്നെ വെടിവെച്ചവന്റെ മുഖം നീ ഓർത്തു വെക്കണം ടൈഗർ. നീ ഇതിന് പ്രതികാരം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പതാ. സഞ്ജയ് അപ്പോഴേക്കും കണ്ണുകൾ അടച്ചിരുന്നു. അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം. ഇപ്പോഴും അഭിനവിന് അറിയില്ല എന്തുകൊണ്ടാണ് അവന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടതെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നു. അന്നു മുതൽ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി തന്നെയാണ് നോക്കുന്നത്. അന്നേ ദിവസം രാത്രി നൈറ്റ് ക്ലബിലെ ഇരുമ്പ് തുണികളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അഭിനവ്. ഹലോ, എന്തായി തൂപ്പുപണികളൊക്കെ? ആ ശബ്ദം കേട്ടതും മുഖത്തേക്ക് നോക്കാതെ തന്നെ അതാരാണെന്ന് അഭിനവ് തിരിച്ചറിഞ്ഞു. ദേവൻ, നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാൾ. ക്ലബിലെ റെഗുലർ VIP ആയ ദേവൻ ഒരു ധിക്കാരിയും അഭിനവിന്റെ കാമുകി വൈഷ്ണവിയെ അത്രയ്ക്ക് മോഹിക്കുന്നവനുമായിരുന്നു. ദേവൻ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്നതിന് ശേഷം തറ തുടക്കുകയായിരുന്ന അഭിനവിന്റെ മുൻപിൽ തന്റെ ഡ്രിങ്ക് മൊത്തത്തിലൊഴിച്ചു. അയ്യോ, അവിടെയും കൂടി വൃത്തിയാക്കണം കേട്ടോ. തിരിച്ചൊന്നും പറയാതെ അവൻ വൃത്തിയാക്കാൻ തുടങ്ങി. അടുത്ത ടേബിളുകളിൽ ഇരുന്നവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ദേവൻ ഈ സമയം അവന്റെ അടുത്തേക്ക് വന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ പോയി തൂങ്ങി ചത്തേനെ. നിന്നെ പോലെ ആരുമല്ലാത്ത ഒരുത്തന്റെ കൂടെ ആ വൈഷ്ണവി വെറുതെ സമയം കളയുകയാണ്. അത് കേട്ടതും ചാടി എഴുന്നേറ്റ അഭിനവ് ദേവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി അവന്റെ മുഖാമുഖം നിന്നു. വേണമെങ്കിൽ അവന് ഒറ്റയടിക്ക് ദേവനെ വീഴ്ത്താം. പക്ഷെ ഈ ജോലി നഷ്ടപ്പെടുത്താൻ അവന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അവൻ മിണ്ടാതെ നിന്നു. എന്താടാ, നിനക്കൊന്നും പറയണ്ടേ? എനിക്ക് തോന്നുന്നില്ല നീ മിണ്ടുമെന്ന്. ചിലർ ജനിക്കുന്നത് തന്നെ രാജാവായിട്ടായിരിക്കും. മറ്റു ചിലർ അവർ പോകുന്ന വഴികൾ വൃത്തിയാക്കാൻ വേണ്ടിയും ജനിക്കും. ചിലർ പറഞ്ഞത് ശരിയായിരുന്നു. ചിലർ ജനിക്കുന്നത് തന്നെ രാജാവായിട്ടാണ്. അഭിനവ് അത്തരത്തിലൊരു രാജാവാണ്. ദേവൻ ഇതുവരെ അതറിയില്ല എന്ന് മാത്രം. അടുത്ത ദിവസം വൈഷ്ണവിയുടെ അപ്പാർട്ട്മെന്റിൽ അഭിനവ് എത്തിയപ്പോൾ ഉച്ചത്തിൽ സംഗീതം അകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അഭിനവിന് ആകെ ഒരു അസ്വസ്ഥത തോന്നി. അവളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു സൂചനയും അവൾ തന്നിരുന്നില്ല. തുടർച്ചയായി അഭിനവ് വാതിലിൽ മുട്ടിയപ്പോൾ കുറച്ചു കഴിഞ്ഞ് വളരെ സെക്സിയായ വില കൂടിയ ഒരു വസ്ത്രം ധരിച്ച് അവൾ വന്ന് വാതിൽ തുറന്നു. വൈഷ്ണവിയുടെ മുറി നിറയെ ഗസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അഭിനവ് ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നിൽക്കുന്നവർ മുഴുവൻ തന്നെ തന്നെയാണ് തുറച്ചു നോക്കുന്നത് എന്ന് അഭിനവ് മനസ്സിലാക്കി. വിഷയ
വിഷയത്തിൽ നിന്നും വഴുതി മാറാൻ വേണ്ടി അവൻ അവൾക്ക് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച കപ്പ് കേക്ക് നീട്ടി. ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണവി. അപ്രതീക്ഷിതമായി ദേവൻ ആ ഡോറിനടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് മോളെ ഇതുപോലെ ഒരു കപ്പ് കേക്ക് മാത്രം വാങ്ങാൻ കഴിവുള്ളവനെ കൂടെ നിർത്തുന്നത്? നിനക്ക് ഞാൻ ബേക്കറി തന്നെ വാങ്ങിച്ചു തരില്ലേ? ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ടാഞ്ഞ് വൈഷ്ണവിയെ ചുംബിച്ചു. അഭിനവിന്റെ ഹൃദയം അത് കണ്ട് തകർന്നു പോയി. അവിടെ കൂടുന്നവരെല്ലാവരും ആർത്ത് വിളിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ദേവനും ഒരുമിക്കാൻ തീരുമാനിച്ചു. നമ്മൾ തമ്മിലുണ്ടായിരുന്നതെല്ലാം ഇവിടെ അവസാനിച്ചു. അഭിനവ്, നിനക്കല്ലേലും എന്നെ താങ്ങാൻ പറ്റില്ലല്ലോ. ദേവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് വൈഷ്ണവി ഇത് പറഞ്ഞത്. ഇറങ്ങിപ്പോടാ മണ്ട. അഭിനവിനെ കളിയാക്കിക്കൊണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ദേവൻ അവന്റെ കയ്യിലിരുന്ന കപ്പ് കേക്ക് എടുത്ത് അവന്റെ തലയിൽ തന്നെ എറിഞ്ഞു. എന്നാൽ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറിയ അഭിനവ് അത് പിടിച്ചെടുത്ത് തിരിച്ച് ദേവന്റെ മൂക്കിൽ തന്നെ ശക്തിയായി എറിഞ്ഞു. മൂക്ക് മുറിഞ്ഞ് ചോര തന്റെ വില കൂടിയ സൂട്ടിൽ വീണതും ദേവൻ ഞെട്ടിത്തെറിച്ചുപോയി. നീ ഇതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കും. എന്നാൽ അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു മദ്യക്കുപ്പിയും എടുത്ത് വാതിലും വലിച്ചടച്ച് ഇറങ്ങിപ്പോയി. അവിടെയുള്ള ആർക്കും ആ നഗരത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയായി അഭിനവ് മാറിയത് അറിയില്ലായിരുന്നു. അടുത്ത ദിവസം കവളിൽ ശക്തമായ ഒരു അടി കൊണ്ടപ്പോഴാണ് അഭിനവ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ആരാ നീ? എങ്ങനെയാ നീ എന്റെ മുറിയിലെത്തിയത്? നീ എന്നെ എന്തൊക്കെയാ ചെയ്തത്? ആ കാഴ്ച കണ്ട് അഭിനവ് ഞെട്ടിപ്പോയി. വസ്ത്രമൊന്നും ധരിക്കാതെ ഏതോ അജ്ഞാതയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് താൻ കിടക്കുകയാണ്. അയ്യോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ഡോർ ചവിട്ടി തുറന്നുകൊണ്ട് ഹരിദേവൻ മേനോനും ആ പെൺകുട്ടിയുടെ സഹോദരൻ സൗരവും കടന്നു വന്നു. അയ്യോ മുത്തശ്ശൻ കരുതുന്നത് പോലെ ഒന്നുമില്ല. ഞാൻ എല്ലാം പറയാം. എന്നാൽ ഹരിദേവ് മേനോന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നിനക്ക് നന്നായിട്ടറിയാം എന്റെ നിയമങ്ങൾ എന്താണെന്ന്. അത് തെറ്റിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും. നിന്നെ നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ വനിതാ സിഇഒ ആക്കാൻ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്റെ പെരുമാറ്റം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നീ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം. സത്യായിട്ടും എനിക്ക് ഒന്നും ഓർമ്മയില്ല മുത്തശ്ശ. എനിക്ക് ഒന്നും ഓർമ്മയില്ല. എക്സാക്ട്ലി. നിനക്കറിയാമായിരുന്നു നീ ചെയ്യാൻ പോകുന്നതിന് എന്ത് വലിയ വില നൽകേണ്ടി വരുമെന്ന്. എന്നിട്ട് നീ അത് ചെയ്തു. നിനക്ക് മാപ്പ് തരാനാകില്ല. പക്ഷേ എന്താണ് മുത്തശ്ശ? പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ ചെയ്യാം. നീ ഇവനെ കല്യാണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഷെയറുകൾ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. നിനക്ക് സിഇഒ സ്ഥാനത്തേക്ക് മത്സരിക്കാം. അതാണ് ഒരേ ഒരു വഴി. അഭിനവിന് വിരൽ ചൂണ്ടിയാണ് ഹരിദേവ് മേനോൻ ഇത് പറഞ്ഞത്. അത് അനന്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാൻ അവകാശമില്ലേ? ആരാണെന്നറിയാത്ത ഇവന്റെ കൂടെ ഇനിയുള്ള ജീവിതം ഞാൻ ജീവിക്കണമെന്നാണോ? നിനക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ വാ തുറന്നാൽ പിന്നെ നിനക്ക് ഈ കമ്പനിയിൽ ഷെയറുകൾ കാണില്ല, സിഇഒ സ്ഥാനവും കാണില്ല. അത്രേ ഉള്ളൂ. അനന്യയുടെ സഹോദരൻ സൗരവ് പുഞ്ചിരിയോടെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ ഇവനെ കല്യാണം കഴിക്കാം. നല്ലത്. നിനക്ക് സമ്മതമല്ലേ? ഹരിദേവ് മേനോൻ അഭിനവിനെ നോക്കി ഇത് പറയുമ്പോൾ അനന്യ അപേക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതൊന്നും അഭിനവിന് ഓർമ്മയുണ്ടായിരുന്നില്ലെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം താനായിട്ട് ഇല്ലാതാക്കരുതെന്ന് അവനുണ്ടായിരുന്നു. അനന്യ സുന്ദരിയാണ്. തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവനൊരു കുഴപ്പവുമില്ലായിരുന്നു. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. അത് കേട്ടതും ഹരിദേവ് മേനോൻ തലയാട്ടി. ഇന്ന് രാത്രി വിക്രമിന്റെ സ്ഥലത്ത് വെച്ച് ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്. അവിടേക്ക് ഇവനെ കൊണ്ടുവന്ന് നിന്റെ കല്യാണക്കാര്യം എല്ലാവരെയും അറിയിക്കണം. എന്നെ ഇനിയും നീ നിരാശനാക്കരുത്. മനസ്സിലായോ? അന്നത്തെ ദിവസം രാത്രി അഭിനവും അനന്യയും കൂടി ഒരു കറുത്ത കളർ കാറിന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പേടി കാരണം അഭിനവ് തന്റെ കയ്യിൽ കിടന്ന മോതിരം പിടിച്ച് കറക്കിക്കൊണ്ടിരുന്നു. അകത്ത് കയറുന്നതിന് മുമ്പ് ആ മോതിരെടുത്ത് ദൂരെ കളയണം. നല്ല വൃത്തികേടായിട്ടുണ്ട്. എന്നാൽ അഭിനവ് അതിന് തയ്യാറല്ലായിരുന്നു. ഈ മോതിരം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കിത് അങ്ങനെ ഊരാൻ പറ്റില്ല. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് ഇത് മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇത് ഊരിയിട്ടുള്ളൂ. അന്ന് എന്റെ നേർക്ക് ഒരാൾ തോക്ക് ചൂണ്ടി. അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ടതും പിന്നീട് അനന്യയ്ക്ക് അഭിനവിനോട് സംസാരിക്കാൻ ഒരു താല്പര്യം തോന്നിയില്ല. കാർ പതുക്കെ വിക്രമിന്റെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് അഭിനവ് യന്ത്രത്തോക്കുകളുമായി ആളുകൾ അവിടെ പെട്രോളിംഗ് നടത്തുന്നത് ശ്രദ്ധിച്ചത്. എന്താ ഇതൊക്കെ? അവൻ അവളെ പിന്തുടർന്ന് ആ വീട്ടിനകത്തേക്ക് പോയി. അവിടെ അഭിനവ് ആരാധിക്കുന്ന വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അഭിനവ് ഒരു ശബ്ദം കേട്ടു. അത് കേട്ടതും അവന്റെ കൈ ചുമരിലിടിക്കാൻ തോന്നി. അത് ദേവന്റെ ശബ്ദമായിരുന്നു. വൈഷ്ണവിയുടെ പുതിയ കാമുകൻ ദേവന്റെ ശബ്ദം. എടാ ദരിദ്രവാസി, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവസാനം നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ നിന്നെ ഓർമ്മിക്കണം. അപ്പോ ഭാഗ്യം നിന്റെ കൂടെയായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കണം. എന്താ ഇവിടെ ഒരു ശബ്ദം? വളരെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പൗരുഷമുള്ള ഒരാൾ അങ്ങോട്ടേക്ക് അംഗരക്ഷകരുടെ ഒപ്പം കടന്നു വന്നു. അയാളെ കണ്ടതും ദേവൻ ബഹുമാനത്തോടെ മാറി നിന്നു. അനുവാദമില്ലാതെ പാർട്ടിയിലേക്ക് ഇവൻ കയറി വന്നതാണ് വിക്രം സാർ. വിക്രം അഭിനവിനെ ആകെ മൊത്തം നോക്കി. പെട്ടെന്നാണ് അവന്റെ വിരലിൽ കിടക്കുന്ന മോതിരം അയാൾ ശ്രദ്ധിച്ചത്. അതോടെ അയാളുടെ മുഖഭാവം മാറി. എന്റെ കൂടെ അകത്തേക്ക് വാ. അഭിനവ് ചുറ്റും നോക്കി. അവന് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. അവൻ വിക്രമിനെ പിന്തുടർന്നു. വിക്രം അഭിനവിനെ കൊണ്ടുപോകുന്നത് കണ്ട ദേവൻ പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. അനന്യയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അവർ ഇരുവരും വിക്രമിന്റെ ഓഫീസിനുള്ളിലേക്ക് കയറി. നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒന്ന് കാണട്ടെ. വിക്രം ചോദിച്ചത് കേട്ടതും അഭിനവ് തന്റെ കൈകൊണ്ട് മോതിരം മറച്ചു പിടിച്ചു. എന്തിനാ? എന്താണ് തന്റെ മോതിരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പേടിക്കണ്ട, ഞാൻ നിന്റെ മോതിരം തട്ടിയെടുക്കാൻ പോകുന്നില്ല. എനിക്കൊരു കാര്യം
കാര്യം നോക്കണം. മടിച്ചിട്ടാണെങ്കിലും അഭിനവ് തന്റെ കയ്യിൽ കിടന്ന മോതിരം ഊരി വിക്രമിനെ ഏൽപ്പിച്ചു. അവൻ ആ മോതിരം ആകെ മൊത്തം നോക്കി. ആ മോതിരത്തിലെ ടി എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടതും അയാളുടെ വാ അറിയാതെ തുറന്നുപോയി. ടൈഗർ, ഇത് ശരിക്കും നീയാണോ? അത് കേട്ടതും അഭിനവ് ഞെട്ടിപ്പോയി. ഇതിനു മുൻപ് അവനെ ടൈഗർ എന്ന് വിളിച്ചിട്ടുള്ളത് അവന്റെ അച്ഛൻ മാത്രമായിരുന്നു. പക്ഷേ വിക്രമിനെങ്ങനെ അതറിയാം? അവൻ സ്വയം ചിന്തിച്ചു. നിന്നെ അവസാനം കണ്ടുപിടിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 18 വർഷങ്ങളായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയാമോ? അറിയാമോന്നോ? ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. വിക്രം ചുമരിൽ തൂക്കിയിരുന്ന ഒരു ചിത്രം അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രത്തിൽ ചെറുപ്പക്കാരൻ വിക്രമും മുഖത്ത് വലിയൊരു പാടുള്ള തിരിച്ചറിയാനാകാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നു. ആ മുഖം കണ്ടപ്പോൾ അഭിനവിന് നല്ല പരിചയമുള്ളതുപോലെ തോന്നി. അയാളുടെ മുഖത്തെ പാട് തന്നെ അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവന്റെ കാതുകളിൽ അച്ഛന്റെ ശബ്ദം മുഴങ്ങി. എന്നെ വെടിവെച്ചവന്റെ മുഖം നീ ഓർത്തു വെക്കണം ടൈഗർ. നീ ഇതിന് പ്രതികാരം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പതാ. ആ ചിത്രത്തിലുള്ളത് അയാളായിരുന്നു. അഭിനവിന്റെ കണ്ണുകൾ പക കൊണ്ട് നിറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവന്റെ മനസ്സ് അവനോട് അവന്റെ പക പുറത്ത് കാണിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചോദിക്കണമെങ്കിൽ കൃത്യസമയം വരും വരെ കാത്തിരിക്കണമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. ആ ചിത്രത്തിലുള്ള 3ാമത്തെ ആൾ ആരാണ്? അത് നരേന്ദ്രനാണ്. എന്റെയും നിന്റെ അച്ഛന്റെയും പാർട്ട്ണർ ആയിരുന്നു അവൻ. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാണ് ടൈഗർ ഗ്രൂപ്പ് ആരംഭിച്ചത്. അതെന്താണ് ടൈഗർ ഗ്രൂപ്പ്? ടൈഗർ ഗ്രൂപ്പാണ് ഈ നഗരത്തിലെ ഏറ്റവും പവർഫുൾ മാഫിയ സിൻഡിക്കേറ്റ്. ഇന്ന് അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. അത് നിന്റെ അച്ഛന്റെ പാരമ്പര്യവും നിന്റെ അവകാശവുമാണ്. അഭിനവിന് ആ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ മാഫിയ നടത്തിയിരുന്നോ? ടൈഗർ ഗ്രൂപ്പാണ് മോനെ ഈ നഗരത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, പോലീസിനെ, പത്രങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്. ഈ നഗരം അഴിമതിയിലാണ് പണിതുയർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഗ്യാങ് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കുമായിരുന്നു. ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഈ നഗരം ഈ അവസ്ഥയിലെങ്കിലും എത്തി. ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇനി നിന്റെ ഡ്യൂട്ടി. എന്റെയോ? ഞാൻ വെറും ഒരു ഡെലിവറി ബോയ് ആണ്, ഒരു അനാഥൻ. വിക്രം ഇത് കേട്ട് അവനെ ചേർത്ത് പിടിച്ചു. തെറ്റി. നീ ഒരു മാഫിയ കിങ്ങിന്റെ മകനാണ്. ഇവിടെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചവന്റെ മകൻ. നിന്റെ രക്തത്തിൽ തന്നെ അതുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അഭിനവ്. ടൈഗർ ഗ്രൂപ്പ് തെറ്റായ ആളുകളുടെ കയ്യിൽ പോയി പെടാൻ പാടില്ല. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി പോകും. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നരേന്ദ്രൻ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവൻ മരിക്കുന്നതിനു മുമ്പായി അവന്റെ മകനെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്നാൽ ഇനി നീ ആയിരിക്കണം എല്ലാത്തിന്റെയും ചുമതലയും. അതായിരുന്നു നിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം. അത് കേട്ടതും അഭിനവ് വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അങ്കിളിന് അറിയാമോ ആരാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്? ഇല്ല, പക്ഷെ ഒരു ദിവസം ഞാനത് കണ്ടുപിടിക്കും. അഭിനവിന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. നരേന്ദ്രൻ ഒരുപക്ഷെ അധികാരങ്ങൾക്ക് വേണ്ടിയായിരിക്കും തന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക. വിക്രമിനോട് എല്ലാം പറയണോ എന്നവൻ ആലോചിച്ചു. പക്ഷേ വിക്രമിനെയും താൻ ഇപ്പോൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. അയാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് അഭിനവിന് ഇപ്പോൾ അറിയില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഓർമ്മകളൊക്കെ രഹസ്യമാക്കി വെക്കാൻ അവൻ തീരുമാനിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ എതിർ മാഫിയയാണ്. അവരുടെ ബോസ് നമ്മുടെ കൂട്ടത്തിൽ ഒരു ചാരനെ തിരികെ കയറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ചാരനോ? അതാരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നീ അവന്റെ മാഫിയെ കരുതിയിരിക്കണം. നിന്നെ അവർ വേട്ടയാടാൻ സാധ്യതയുണ്ട്. നീ ജീവനോടെ ഇരിക്കുന്നത് അവർക്ക് വെല്ലുവിളിയാണ്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വിക്രം നിർത്തി. വിക്രം തന്റെ വാച്ചിലേക്ക് നോക്കി. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്. അവൻ പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് കാശെടുത്ത് അഭിനവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. നരേന്ദ്രന്റെ മകൻ രോഹൻ ഇപ്പോൾ പുറത്തൊരാവശ്യത്തിന് പോയിരിക്കുകയാണ്. അവൻ സിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അതുവരെ നീ നിന്റെ ഐഡന്റിറ്റി രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കണം. നമ്മുടെ കൂട്ടത്തിലെ ആ ചാരനെ കണ്ടുപിടിക്കുന്നതുവരെ നമ്മുടെ ഓരോ നീക്കങ്ങളും രഹസ്യമായിരിക്കണം. ഇത് നിന്റെ ലെഗസിയാണ്. എല്ലാം തിരിച്ചു പിടിക്കേണ്ട സമയമായിരിക്കുന്നു. വിക്രം പുറത്തേക്കുള്ള വാതിൽ അഭിനവിന് കാണിച്ചു കൊടുത്തു. തന്റെ അച്ഛന്റെ കൊലപാതകികളെ കണ്ടുപിടിക്കണമെങ്കിൽ തന്റെ ഐഡന്റിറ്റി രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്ന് അവന് തോന്നി. അത് കഴിഞ്ഞിട്ട് വേണം തന്നെ ചവിട്ടി തേച്ചവരോടെല്ലാം ഒന്നൊന്നായിട്ട് പ്രതികാരം ചെയ്യാനെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. വിക്രം പറഞ്ഞതിനെല്ലാം സമ്മതം മൂളിയ ശേഷം അഭിനവ് പുറത്തേക്ക് പോയി. അന്ന് രാത്രി തന്റെ അച്ഛൻ കൺമുന്നിൽ കൊല്ലപ്പെട്ട ദിവസത്തെ കാഴ്ചകൾ ഓരോന്നായി അവന്റെ കൺമുന്നിലൂടെ കടന്നുപോയി. തന്നെ മാറ്റി നിർത്തി അച്ഛന്റെ കാറിന്റെ അടുത്തേക്ക് പോയതും തന്നെ വെടിവെക്കാൻ വന്നവരെ തിരിച്ച് വെടിവെച്ചതും ഇതിനിടയിൽ മുഖത്ത് പാടുള്ള ആ മനുഷ്യൻ അച്ഛന്റെ നെഞ്ചിൽ വെടിവെച്ചതുമെല്ലാം അവന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി. ശരീരമാകെ വിയർത്ത് കുളിച്ച് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. എല്ലാ ദിവസവും രാത്രി അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോഴൊന്നും അവൻ അറിയാത്ത ഒരു കാര്യം ഇപ്പോൾ അവൻ അറിയാം. തന്റെ അച്ഛനെ കൊന്നവന്റെ പേര് നരേന്ദ്രൻ. അവൻ തന്റെ ഓർമ്മകൾ ഓരോന്നായിട്ട് ചേർത്ത് വെച്ച് ആലോചിക്കുകയായിരുന്നു. അയാൾ തന്നെയാണോ തന്റെ അച്ഛനെ കൊന്നത് എന്ന ചിന്ത അവനെ അലട്ടി. വിയർപ്പ് തുടച്ചതിന് ശേഷം അവൻ സമയം നോക്കി. സമയം ഇത്രയായോ? പണി പാളി. വെപ്രാളപ്പെട്ടുകൊണ്ടാണ് അവൻ താൻ ഡെലിവറി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ഓടി വന്നത്. അവിടെ എത്തിയപ്പോൾ അവന്റെ ഒരു സഹപ്രവർത്തകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബോസ് അകത്തുണ്ടെന്നും പോയി കണ്ടോളാനും അവൻ പറഞ്ഞതനുസരിച്ച് അഭിനവ് അകത്തേക്ക് കയറി. വളരെ ഗൗരവത്തിൽ നീണ്ട തലമുടിയും കട്ടത്താടിയും ഒക്കെയുമുള്ള ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അഭിനവിന്റെ ബോസ്. എവിടെയായിരുന്നു നീ? സോറി സർ, ഞാൻ വരുന്ന വഴിയിൽ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി. സോറി സർ, ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അത് കേട്ടതും അഭിനവിന്റെ ബോസ് ചാടി എഴുന്നേറ്റു. അതല്ലെങ്കിലും ഇനി ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് യു ആർ ഫയർഡ്. ഇറങ്ങിപ്പോടാ. ആരോടാണ് ഇറങ്ങിപ്പോകാൻ പറയുന്നതെന്ന് തന്റെ ബോസിന് അറിയില്ലല്ലോ
ചെയ്യുമെന്ന് ഒരു നിമിഷം അഭിനവ് ചിന്തിച്ചു. നീയായിട്ട് ഇറങ്ങി പോകുന്നോ അതോ പിടിച്ചിറക്കി വിടണോ? പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റികളെ നോക്കിക്കൊണ്ടാണ് ബോസ് ഇത് പറഞ്ഞത്. കൂടുതൽ ഒരു തർക്കത്തിന് നിൽക്കാൻ അഭിനവിനും താല്പര്യമില്ലായിരുന്നു. ശരി, ഞാൻ പോകാം. പക്ഷേ എനിക്ക് തരാനുള്ള ബാക്കി ശമ്പളം തരണം. ഓ, അത്രേ ഉള്ളൂ. എടാ പിള്ളേരെ, ഇവന് ബാക്കി ശമ്പളം കൊടുത്ത് വിട്ടേക്ക്. ബോസ് അത് പറഞ്ഞതും പുറത്ത് നിൽക്കുകയായിരുന്ന 2 സെക്യൂരിറ്റികളും അകത്തേക്ക് കയറി വന്നു. അതിലൊരുത്തൻ അഭിനവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്നാൽ പെട്ടെന്ന് കയ്യിൽ പിടിച്ചു വലിച്ചവനെ മറ്റേ കൈകൊണ്ട് പിടിച്ച് അഭിനവ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ടതും മറ്റേ സെക്യൂരിറ്റി അഭിനവിനെ തല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തു. എന്നാൽ കൃത്യമായി അഭിനവ് അവന്റെ മുഖത്ത് തന്നെ ഒരു പഞ്ച് കൊടുത്തു. ആ പഞ്ചിൽ അവന്റെ പല്ല് തെറിച്ച് പുറത്തേക്ക് പോയി. ചോര ഒലിപ്പിക്കുന്ന മുഖവുമായി അവൻ തറയിൽ ഇരുന്നു പോയി. എടാ, ഞാൻ ടൈഗറാടാ ടൈഗർ. എന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ച് കളയാന്ന് കരുതിയോ നീയൊക്കെ? തന്റെ 2 സെക്യൂരിറ്റിമാരും തറയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതും ബോസ് ഞെട്ടി. അയാൾ പേടിയോടെ അഭിനവിനെ നോക്കി. മതി മതി, ഞാനൊരു പ്രശ്നത്തിനുമില്ല. ഇതാ നിനക്ക് ബാക്കി തരാനുണ്ടായിരുന്ന ശമ്പളം. ഇനിയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാമോ? ഒരു പുഞ്ചിരിയോടെ അഭിനവ് ബോസിനെ നോക്കി. പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. താങ്ക്സ് ഫോർ എവരിത്തിങ്. അന്നേ ദിവസം രാത്രി അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും അഭിനവിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. ഹലോ മോനെ, ഇത് ഞാനാണ് വിക്രം. ഇന്ന് നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാമോ? എനിക്ക് നിന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരണം. അവൻ നിന്നെ യഥാർത്ഥ ടൈഗറാക്കി മാറ്റും. എന്റെയും നിന്റെ അച്ഛന്റെയും ഒക്കെ പഴയ സുഹൃത്താണ്. പേര് ബൽറാം. തുടർന്ന് കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഓഡിയോ സീരീസ് ആയ ദി റിട്ടേൺ ഓഫ് ടൈഗർ. ആവേശകരവും രസകരവുമായ കൂടുതൽ കഥകൾ അറിയാനായി ഉടൻ തന്നെ പോക്കറ്റ് എഫ്എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതും തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദി ആപ്പ് നൗ.